ആ ഡോക്യുമെന്റ്സ് എവിടെ കളഞ്ഞുപോയെന്ന് അറിയാതെ പാർവതി എങ്ങനെ കണ്ടുപിടിച്ചോണ്ട് വരുന്ന നീ പറയുന്നേ? ഒന്നും കാണാതെ പാർവതി അങ്ങനെ പറയില്ല. അവൾ ആ ഡോക്യുമെന്റ്സും കൊണ്ടുവരും. അതാ എന്റെ വിശ്വാസം. ഇന്നുവരെ പാർവതി എന്നെ സഹായിച്ചിട്ടേ ഉള്ളൂ. ഇപ്പോഴും പാർവതി എന്നെ രക്ഷിക്കും. രക്ഷിക്കും രക്ഷിക്കും. നീ അത് സ്വപ്നം കണ്ടിരുന്നു. ഇന്ന് അവള് കാരണം നീ ജയിലിലാകും. ഇന്നത്തോടെ അവളിലുള്ള നിന്റെ വിശ്വാസം തകരും. നീ ജയിലിൽ കിടന്നിട്ടില്ലല്ലോ, പോയി കിടക്ക്. അതിനുള്ളിൽ കിടക്കുന്ന ഓരോ നിമിഷവും അവളെ നീ വെറുക്കും. എടാ, ഈ ഡോക്യുമെന്റ്സ് ഇവിടെ ഹാജരാക്കിയില്ലെങ്കിൽ നിനക്ക് ജയിലിൽ പോണോന്ന് അവക്ക് വ്യക്തമായിട്ടറിയാം. എന്നിട്ട് എന്തുകൊണ്ടാ അവള് കെയർഫുൾ ആയിട്ട് കൈകാര്യം ചെയ്യാതിരുന്നത്? എന്റെ കാര്യത്തിൽ അവൾ ഒരിക്കലും അശ്രദ്ധ കാണിക്കില്ല. ഇത് മറ്റെന്തോ സംഭവിച്ചത്. എന്തു സംഭവിക്കും? അങ്ങനെ ചോദിച്ചാൽ എനിക്കതിൽ വ്യക്തമായ ഉത്തരവില്ല. പക്ഷെ പാർവതി അറിയാതെ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും പാർവതി വരട്ടെ. പാർവതി വന്നിട്ട് മാത്രം കാര്യമില്ല. അവളുടെ കയ്യിലെ ഡോക്യുമെന്റ്സും കൂടെ ഉണ്ടാവണം. അതുണ്ടാവും. വിശാലിന്റെ വിശ്വാസേ വിശാലിനെ രക്ഷിക്കട്ടെ. വിശാൽ, എന്തായി വിശാൽ? പാർവതി വന്നില്ലല്ലേ? ഇല്ല വെക്കില്ലേ. ഇത് വല്ലാത്തൊരു ദുര്യോഗമായി പോയല്ലോ വിശാൽ. പ്രധാനപ്പെട്ട ഡോക്യുമെന്റ് അല്ലേ നിങ്ങളുടെ വൈഫ് കൊണ്ടുപോയി നശിപ്പിച്ചു കളഞ്ഞത്. ഇനി എങ്ങനെ നിങ്ങളുടെ നിരപരാധിത്വം കോടതിയിൽ തെളിയിക്കും? സോറി വിശാൽ, കോടതി നൽകുന്ന ശിക്ഷ നിങ്ങൾ അനുഭവിച്ചേ മതിയാവും. ഇപ്പോ കോടതിയിൽ കീഴടങ്ങുന്നതാണ് നല്ലത്. ഇത് വിധിയാണ്. എന്തായാലും പാർവതി കാരണമല്ല ഇത് സംഭവിച്ചതെന്ന് എനിക്ക് ബോധ്യമുണ്ട്. കോടതിയിൽ കീഴടങ്ങാൻ ഞാൻ തയ്യാറാണ്. വരൂ വക്കീലെ, നമുക്ക് അകത്തേക്ക് പോവാം. നീ ജയിലിൽ പോകുന്നത് ആലോചിക്കുമ്പോ അമ്മയ്ക്ക് സഹിക്കുന്നില്ലടാ. വക്കീലെ, എന്റെ മോനെ രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? അങ്ങനെ എന്തെങ്കിലും മാർഗം ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് ട്രൈ ചെയ്യില്ലായിരുന്നു. വരൂ വിശാൽ, നമുക്ക് അകത്തേക്ക് പോവാം. വിശാൽ സാർ, പാർവതി